ഹായ് ഡിയേഴ്സ്, ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ ഫേസസ് കാനഡയുടെ ഫൗണ്ടേഷനാണ് എടുക്കുന്നത്. കുറച്ച് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ കുറച്ചധികം കൂടെ പോന്നു. പക്ഷേ നമ്മളത് വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ. അപ്പം ഞാനത് കുറച്ച് എല്ലാ സ്ഥലത്തും ഡോട്ട് ഡോട്ടായിട്ട് ബ്ലെൻഡ് ചെയ്ത് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തതിന് ശേഷമാണ് ഞാനത് ഐബ്രോസൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. ഐബ്രോസ് ഞാൻ നല്ലപോലെ ഫില്ല് ചെയ്യുന്നുണ്ട്, കാരണം എനിക്ക് ഈ ഐബ്രോ ഫില്ല് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഈ ഒരു ഐബ്രോ ഞാനൊരു 10ാം ക്ലാസ് തൊട്ടെങ്ങാണ്ട് യൂസ് ചെയ്യുന്നുണ്ട്, കാരണം അതെനിക്ക് ഭയങ്കര കംഫർട്ടാണ്. അതിന് 10 രൂപയുള്ളൂ. അതിന് ശേഷം ഞാൻ ലിപ്സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ആ ലിപ്സ്റ്റിക്ക് തന്നെയാണ് എൻ്റെ ബ്ലഷും, അതേപോലെ തന്നെ എൻ്റെ ഐ ഷാഡോയും, എൻ്റെ ലിപ്സ്റ്റിക്കും എല്ലാം ഒറ്റ ലിപ്സ്റ്റിക്ക് മതി. അതിന് ശേഷം ഞാൻ ഫേസസ് കാനഡയുടെ ഹൈലൈറ്ററാണ് എടുക്കുന്നത്. ഹൈലൈറ്റർ നമുക്ക് നല്ല രീതിക്ക് കണ്ണുമ്പിലൊക്കെ ഇട്ട് കൊടുത്താൽ കണ്ണൊക്കെ നല്ലോണം തിളങ്ങി നിൽക്കും. പിന്നെ ഞാൻ സിസ് ബ്യൂട്ടീൻ്റെ ഒരു ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നതിന് ശേഷം ഞാൻ നല്ലപോലെ കണ്ണങ്ങട് എഴുതി കൊടുത്തു ഗൈസ്, കാരണം പണ്ടത്തെ ഒരു ലുക്കാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. പണ്ടുള്ളവരൊക്കെ നല്ലോണം നീട്ടി കണ്ണെഴുതി വട്ടപ്പൊട്ടൊക്കെ വെച്ച് കൊടുക്കുമല്ലോ. എന്നതിന് ശേഷം ഞാൻ ഹിമാലയയുടെ കാജലാണ് യൂസ് ചെയ്യൽ. ഞാൻ എത്രയോ കാലമായിട്ട് ഹിമാലയയുടെ കാജലാണ് ഗൈസ് യൂസ് ചെയ്യാറ്. എനിക്കെന്താ അത് ഭയങ്കര കംഫർട്ടാണ്. പിന്നെ ഞാൻ മാറ്റിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. കുറേ നമ്മൾ ലിപ്സ്റ്റിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ലാസ്റ്റാണ് ഞാൻ മസ്കാര ഇടുന്നത്. അപ്പോൾ നമുക്ക് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാം ഗൈസ്. നല്ലപോലെ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്താൽ കണ്ണ് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഞാൻ 2 കണ്ണിലും മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിന് ശേഷം നമുക്ക് സാരി ഉടുത്തിട്ട് വരാം. എൻ്റെ അമ്മയുടെ പഴയ സാരി കേട്ടോ, എത്രയോ വർഷം മുമ്പുള്ള സാരിയാണ്. പക്ഷെ ഞാനൊരു സത്യം മനസ്സിലാക്കി ഗൈസ്. കാരണം എന്താ വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് അന്നേരം തടി ഉണ്ടായിരുന്നു. ആ തടി പോലും എനിക്കിപ്പോഴും ഇല്ല. ഞാൻ വളരെ മെലിഞ്ഞിട്ടാണെന്നുള്ളൊരു യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കി. എന്നതിന് ശേഷം ഞാൻ കമ്മലിട്ട് കൊടുത്തു, മാല ഇട്ട് കൊടുത്തു. അങ്ങനെ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ കഴിഞ്ഞു ഗൈസ്.